കഴിഞ്ഞ ദിവസം മീൻ പിടിക്കാൻ പോയതിൻ്റെ ബാക്കി വീഡിയോ ആണ് ഇത്. മുറിക്കാനുള്ള മീനൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് മീൻ മുറിച്ചു തരാന്നൊക്കെ പറഞ്ഞ് ഞാൻ എടുത്തെങ്കിലും നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്തത് കൊണ്ട് അത് അവിടെ തന്നെ വെച്ചേ. നീ മുറിക്കാൻ നിന്നാൽ ഇന്നൊന്നും തീരുമില്ല എന്ന് പറഞ്ഞ് ഷിതിയേട്ടനും രാഹുലേട്ടനും തന്നെയാണ് ബാക്കിയൊക്കെ മുറിച്ചത്. നമ്മൾ സാധാരണ പേടിയെന്ന് വാങ്ങുന്ന മീനിനെ അപേക്ഷിച്ചിട്ട് ഈ തോട്ടുമീനും പുഴമീനെല്ലാം മുറിക്കാൻ കുറച്ച് പാടുണ്ടേ. ഇത് നല്ല വഴുക്കലുണ്ടാവും. ഇവർ സാധാരണ ആരെല്ലാം മുറിക്കുമ്പോൾ വെണ്ണീരെല്ലാം ഉപയോഗിച്ചിട്ടാണ് മുറിക്കൽ. അങ്ങനെ മീനെല്ലാം മുറിച്ച് മുളകും ഉപ്പും മഞ്ഞളും എല്ലാം പെരക്കി വെച്ചിട്ടുണ്ടേ. ഇത് കറി വെക്കാനുള്ള മീനാണേ. പുളിമുളക് ഇടുകയാണേ ചെയ്യുന്നത്. വേണ്ടിയിട്ട് തക്കാളിയും പച്ചമുളകും ലേശം മഞ്ഞളും ഇട്ടിട്ട് വെളിച്ചെണ്ണയിൽ വാട്ടിയെടുക്കുന്നുണ്ടേ. നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് അടച്ച് വെക്കണേ. അത് ഏകദേശം ആയതിനു ശേഷം നമ്മൾ പെരക്കി വെച്ച മീൻ എടുത്തിട്ട് ഇതിനകത്തേക്ക് ഇടണേ. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഉപ്പും ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വീണ്ടും അടച്ച് വെക്കണേ. അങ്ങനെ മീൻ നല്ലോണം കുക്കായി നല്ല വെള്ളമൊക്കെ വറ്റി നല്ല പാകമായി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണേ. ഇപ്പോൾ കറിയൊക്കെ നല്ലോണം തിളച്ച് വെള്ളമൊക്കെ ഏകദേശം കുറച്ച് വറ്റി നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. ശേഷമാണ് നമ്മൾ അരിഞ്ഞ് വെച്ച വെളുത്തുള്ളി അതിലേക്ക് ഇടേണ്ടത്. അങ്ങനെ വെളുത്തുള്ളി ഇട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ലേശം വെളിച്ചെണ്ണയും ഊറ്റിച്ച് നമുക്കിത് വാങ്ങി വെക്കേ. ഇതാ വല്യമ്മയുടെ സ്പെഷ്യൽ തോട്ടുമീൻ മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സംഭവം അടിപൊളിയാണ്. തീർന്നിട്ടില്ല, ബാക്കി മീനും കൂടി ഉണ്ട് നമുക്ക് പൊരിച്ചെടുക്കാൻ വേണ്ടി. പൊരിക്കുന്നതിന്റെ മസാലക്കൂട്ട് ഷിതിയേട്ടൻ സ്പെഷ്യലാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ കുരുമുളക് പൊടി മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പും കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് ഈ മീനിൽ വരയിട്ട് അതിന്റെ പുറത്തും ഉള്ളിലൊക്കെ ആയിട്ട് നല്ലോണം തേച്ച് പിടിപ്പിക്കണം. മസാലക്കൂട്ട് ഉണ്ടാക്കുന്ന വീഡിയോ എൻ്റെ അടുത്തുനിന്ന് മിസ്സായി പോയതാണ്. ഒരു വശം സെറ്റ് ആയിട്ടുണ്ട്, അത് തിരിച്ചിട്ട് രണ്ട് വശവും നല്ലോണം കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഫൈനലി ഇതാ നമ്മുടെ വറുത്ത മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ കൂടെ കഴിക്കാൻ ഇന്ന് ഏട്ടത്തി സ്പെഷ്യൽ നെയ്ച്ചോറും ഉണ്ടായിരുന്നു. വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ.